CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ജനങ്ങളുടെ മനോഭാവം മാറ്റണമെന്ന് മന്ത്രി MP രാജേഷ്. നിയമം കർശനമാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റം വരികയുള്ളൂ. നെല്ലായ പേങ്ങാട്ടിരിയിൽ നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യാശയുടെയും നന്മയുടെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ നാട് വരവേറ്റു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി കാത്തിരിക്കുന്ന ഇടങ്ങളിലേക്ക് പാപ്പമാരെത്തി ശാന്തിഗീതം പാടി മധുരം വിതരണം ചെയ്തു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. വെളിനേഴി നാണു നായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം താടിയരങ്ങ് കഥകളിയോടെ ആഘോഷിച്ചു. കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് മാർച്ച് സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശയുടെയും നന്മയുടെയും സന്ദേശം പകരുന്ന ക്രിസ്തുമസിനെ നാട് വരവേറ്റു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി കാത്തിരിക്കുന്ന ഇടങ്ങളിലേക്ക് പാപ്പമാരെത്തി ശാന്തിഗീതം പാടി മധുരം വിതരണം ചെയ്തു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷമാക്കുകയാണ് നാടും നഗരവും. കരോൾ ഗാനങ്ങളും മധുരം പങ്കുവയ്ക്കലും പാതിരാ കുർബാനയുമായി വിശ്വാസികളുടെ കൂടിച്ചേരലുകൾ ഇത്തവണത്തെ ആഘോഷത്തിനും മാറ്റേകി. മലപ്പുറം സെന്റ് ജോൺ ലൂഥറൻ ചർച്ച് ഫാദർ ജോൺ ദാസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ആ പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരികയും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്നതിൽ അത് സകല ജനത്തിനും അത് സന്തോഷമാവുകയും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അത് കാൽവരി ക്രൂശിൽ തൻ്റെ പ്രാണനെ ഏറ്റെടുത്തുകൊണ്ട് യാഗമാകുകയും ചെയ്തപ്പോൾ നമ്മിൽ ആ പാപമോചനം നിവർത്തിയാവുകയും ചെയ്തു. ഈ ഒരു ദൗത്യത്തിനായിട്ടാണ് കർത്താവായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ആ വരവിന്റെ സന്തോഷമാണ് ഈ ക്രിസ്മസ് ദിവസത്തിൽ കൂടെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസ നേരുന്നു. നന്ദി. ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടുകളിൽ നക്ഷത്രങ്ങൾ നേരത്തെ മിഴി തുറന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി. സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് പാപ്പമാർ തെരുവുകളിലും വീടുകളിലും സജീവമായി. ഇന്ന് ആഘോഷത്തിന്റെ പകലാണ്. സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്ന പുണ്യദിനമാണ്. ന്യൂസ് ഡെസ്ക് CCN. ക്രിസ്തുമസ് സ്നേഹ സമ്മാനവുമായി നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം സെന്റ് ജോൺ ലൂഥറൻ ചർച്ചിലാണ് സ്നേഹസമ്മാനവുമായി എത്തിയത്. ഒരേ നാമധാരികളുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് സ്നേഹ സമ്മാനവുമായി മലപ്പുറം സെന്റ് ജോൺ ലൂഥറൻ ചർച്ചിൽ എത്തിയത്. മതസൗഹാർദ്ദ സന്ദേശം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അസോസിയേഷൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രസിഡന്റ് നൌഷാദ് മാമ്പ്ര പറഞ്ഞു. ഇവിടെ നൌഷാദ് അസോസിയേഷൻ മലപ്പുറത്തിന്റെ ഒരു സ്നേഹ സമ്മാനം, ഒരു മധുരം
പള്ളിയുടെ ഫാദറിന് നൽകി. ഫാദർ ജോൺദാസ് സാർ അത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുകയും അത് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് സഭാവിശ്വാസികൾക്ക് നൽകുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ, മാനവ സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ എന്നെന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് മലപ്പുറം ജില്ലാ നൗഷാദ് അസോസിയേഷൻ. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പു നൽകുന്നു, കേരളത്തിലുടനീളം നൗഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ല ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ സേവന പ്രവർത്തനങ്ങൾ ഉടനീളം നടത്താനുള്ള ഒരു ആലോചന കൂടി ഉണ്ടെന്ന് പറയുന്നു. നൗഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സ്നേഹസമ്മാനം നൽകിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഫാദർ ജോൺദാസ് അറിയിച്ചു. സ്നേഹമാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ സന്തോഷം അത് ആഘോഷിപ്പാൻ തക്കവണ്ണം മലപ്പുറം നൗഷാദ് അസോസിയേഷനും ഈ സെൻറ് ജോൺ ലൂതറൻ സഭയുടെ ഭാഗമായതിൽ സന്തോഷവും സ്നേഹവും നന്ദിയും അവരോട് അറിയിക്കുന്നു. ഞങ്ങളുടെ സഭയിലേക്ക് മധുരം കൊണ്ടുവരികയും അത് ഞങ്ങളുമായി പങ്കിടുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്കും അതിലുപരി സന്തോഷമായി. എല്ലാവർക്കും ഈ മലപ്പുറം നൗഷാദ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും സെൻറ് ജോൺ ലൂതറൻ സഭയുടെ പേരിലും എൻ്റെയും പേരിലും നല്ല ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ 2025 എന്ന പുതിയ വർഷത്തിൻ്റെ മനോഹരമായ നല്ല സന്തോഷകരമായ അനുഭവങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി. ചടങ്ങിൽ മലപ്പുറം സെന്റ് ജോൺ ലൂതറൻ ചർച്ച് കമ്മിറ്റി പ്രസിഡന്റ് ബൻസൺ, നൗഷാദ് അസോസിയേഷൻ ഭാരവാഹികളായ നൗഷാദ് മാമ്പ്ര, നൗഷാദ് ബിസ്മി, നൗഷാദ് രജിസ്ട്രാർ, നൗഷാദ് ആലിപ്പറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം. ക്രിസ്തുമസ് സമ്മാനങ്ങളുമായി പാണക്കാട് തങ്ങളെ കണ്ട് പള്ളി വൈദികരും ഭാരവാഹികളും. സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി ഉപഹാരങ്ങൾ സമ്മാനിച്ച് സംഘം മടങ്ങി. ഊരകം ഫാത്തിമ മാതാ പള്ളിയിൽ നിന്നാണ് ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുംകണ്ടത്തിൽ അടങ്ങുന്ന സംഘം പാണക്കാട്ടെത്തിയത്. സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി ഉപഹാരങ്ങൾ സമ്മാനിച്ച് സംഘം മടങ്ങി. ഫാത്തിമ മാതാ ചർച്ച് ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുംകണ്ടത്തിൽ കേക്കു കൈമാറി. ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് പാലക്കാടനും പള്ളി ഭാരവാഹികളുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ സായി സ്നേഹതീരൻ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികളുടെ ക്രിസ്തുമസ് ആഘോഷം അമ്മിനിക്കാട് മുള്ളൻമട സദ്ഗ്രാമത്തിലും താഴേക്കോട് മേലേശ്ശേരി സദ്ഗ്രാമത്തിലും ആഘോഷിച്ചു. വെജിറ്റബിൾ ബിരിയാണിയും പായസവും കേക്കും ഒരുക്കിയാണ് ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷിച്ചത്. അമ്മിനിക്കാട് മുള്ളൻമട സദ്ഗ്രാമത്തിലെ ക്രിസ്തുമസ് ആഘോഷം ഡോക്ടർ കൊച്ചു എസ് മണി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മേലച്ചേരി സദ്ഗ്രാമത്തിലെ ക്രിസ്തുമസ് ആഘോഷം താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സദ്ഗ്രാമത്തിലെ 200ഓളം ആളുകൾക്കുള്ള വെജിറ്റബിൾ ബിരിയാണി സായി സ്നേഹതീരത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. CCN പെരിന്തൽമണ്ണ. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ജനങ്ങളുടെ മനോഭാവം മാറ്റണമെന്ന് മന്ത്രി MP രാജേഷ്. നിയമം കർശനമാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റം വരികയുള്ളൂ. നെല്ലായ പേങ്ങാട്ടിരിയിൽ നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിയിൽ മുഴുവൻ മാലിന്യം വലിച്ചെറിയുന്നത് അതാരാ ചെയ്യുന്നത്? ഓരോരുത്തരും ചെയ്യുന്നതാണ്. ഓരോരുത്തരുടെയും പെരുമാറ്റമാണത്. ചിലരുടെ മനോഭാവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നാട് മുഴുവൻ വൃത്തികേടാക്കും, പക്ഷേ പഞ്ചായത്തും സർക്കാരും മര്യാദയ്ക്ക് അത് വൃത്തിയായി സൂക്ഷിച്ചോളണം. ഞങ്ങൾക്ക് വൃത്തികേടാക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കൊള്ളണം. ഇതാണ് മനോഭാവം. അങ്ങനെ പറ്റില്ല. മാലിന്യ സംസ്കരണം സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നതുപോലെ മാലിന്യം വഴിയിൽ വലിച്ചെറിയാതിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. രണ്ടും ചേരുമ്പോഴേ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റൂ. ഇപ്പൊ നിയമം പഴയതുപോലെയല്ല, കർക്കശമാക്കിയിട്ടുണ്ട്. പണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുപ്പി വഴിയിലേക്ക് വലിച്ചെറിയാം. ആ ഓർമ്മയിൽ ഇപ്പൊ വലിച്ചെറിഞ്ഞാൽ 10,000 കയ്യിൽ നിന്ന് പോകും. 10,000 പിടിച്ചാൽ. കടലാസ് കയ്യിലെന്തോ എന്ന ബിസ്ക്കറ്റ് ഉണ്ട്, തിന്നു, അവിടെ തന്നെ ചുരുട്ടിട്ടു, 10,000 ഫൈൻ വരും. ഉപദേശിച്ചുകൊണ്ടോ പ്രസംഗിച്ച് ബോധവൽക്കരിച്ചുകൊണ്ടോ ഒന്നും ബോധം വീഴില്ല. ബോധം വീഴണമെങ്കിൽ നിയമം കർശനമായിട്ട് നടപ്പാക്കണം.
പണ്ട് റോഡൊക്കത്ത് മുഴുവൻ നിന്ന് സേർട്ടുവലി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ആരെങ്കിലും വലിക്കോ? എങ്ങനെ നിന്നത്? പ്രസംഗം കേട്ടിട്ട് ബോധവൽക്കരിച്ചിട്ടാണോ? അല്ല. ഹൈക്കോടതി വിധി വന്നു, പോലീസ് വേട്ടയാടി പിടിക്കാൻ തുടങ്ങി, ഇപ്പൊ ആരും പുറത്ത് പുകവലിക്കാതായി. അതുപോലെ ഈ വലിച്ചെറിയുന്ന പ്രകൃതം അവസാനിക്കണമെങ്കിൽ നിയമം കർശനമായിട്ട് നടപ്പാക്കണം. 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും കഫ്റ്റേരിയയും ശൗചാലയങ്ങളും ഫീഡിംഗ് റൂം, വിശ്രമമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വഴിയിടം വിശ്രമ കേന്ദ്രം. 51.15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. സർക്കാർ മാത്രം പോരാ, ജനങ്ങളും വേണം. ഇപ്പൊ ഒരു വാട്സാപ്പ് നമ്പർ സംസ്ഥാന സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറയാം, എഴുതി വെക്കുക. എഴുതി വെച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. 94 46 700 800. മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ, ആളെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഒന്നുകിൽ മുഖം കിട്ടണം, അല്ലെങ്കിൽ വണ്ടി നമ്പർ വേണം. ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം. നെല്ലായിലാണെങ്കിലും തേങ്ങാട്ടിരിയിലാണെങ്കിലും കാസർഗോട്ടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പാറശാലയിലാണെങ്കിലും ഇതിലേക്ക് അയച്ചാൽ മതി. ആളെ ഐഡന്റിഫൈ ചെയ്യും, പിഴ ഈടാക്കും. പിഴ ഈടാക്കി കഴിഞ്ഞാൽ 10,000 റുപ്യയുടെ പിഴ 1/4 ഈ വിവരം അയച്ചു കൊടുത്ത ആൾക്ക് പ്രതിഫലമാണ്. ചിലരൊക്കെ നമ്പർ നോട്ട് ചെയ്തു, ചിലർ ബലം പിടിച്ച് കൈയൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുന്നു. നീ ഞാൻ പറയുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ചിലർ കയ്യെത്തറാന്നായി. എന്നാന്ന് നോട്ട് ചെയ്തൊക്കെ ആയിരുന്നു. ദിവസം 4 ആളെ പിടിച്ചാൽ 10,000 റുപ്യ വരുമാനമായി. വെറുതെ മൊബൈൽ ഫോണും പിടിച്ച് തോണ്ടി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. 15 ദിവസം മെനക്കെട്ട ഒരു മാസത്തിൽ എത്രയായി? 1.5 ലക്ഷം റുപ്യ. ഉദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, വൈസ് പ്രസിഡന്റ് KP വസന്ത, ജില്ലാ പഞ്ചായത്ത് അംഗം K നസീമ, C ബാബു, A മൊയ്തീൻകുട്ടി, PK മുഹമ്മദ് ഷാഫി, ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ കായിക മേഖലകളിൽ വിജയം നേടിയവരെ ആദരിച്ചു. അടുത്തതായി സ്പോർട്സിൽ വിജയം കരസ്ഥമാക്കിയ ആളുകളാണ്. അജിത്ത് 200 മീറ്റേഴ്സ് മെൻ സെക്കൻഡ് പ്രൈസ്, 100 മീറ്റേഴ്സ് സെക്കൻഡ് പ്രൈസ്, ഹൈ ജമ്പിൽ ഫസ്റ്റ് പ്രൈസ്. സഞ്ജീവ് S കുമാർ 500 മീറ്റേഴ്സ് സീനിയർ ബോയ്സ് സെക്കൻഡ് പ്രൈസ്. ദിലീപ് ജീവൻ P കൃഷ്ണ ഡിസ്കസ് ത്രോ സെക്കൻഡ് പ്രൈസ്. ദീപക് 400 മീറ്റേഴ്സ് റിലേ. അടുത്തതായി നമ്മൾ ആർട്സിൽ വിജയം കരസ്ഥമാക്കിയാണ്. ഹിമ K രാജേഷ് പെൻസിൽ ഡ്രോയിങ് സെക്കൻഡ് പ്രൈസ്, നാടോനൃത്തം തേർഡ് പ്രൈസ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നെല്ലായ ഗ്രാമ CCN ചെറുപ്പുളശ്ശേരി. വെള്ളിനേഴി നാടു നായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം താടിയരങ്ങ് കഥകളിയോടെ ആഘോഷിച്ചു. കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇല്ലാത്ത ഫോട്ടോ ഒരുമിച്ചാക്കാൻ, അഭിനയിക്കാത്ത ചിത്രത്തിൽ അഭിനയിച്ചു കാണിക്കാനും ഒക്കെ പറ്റുന്ന കാലമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയം. നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകണം. അപ്പൊ നല്ല വ്യക്തിത്വ ശുദ്ധിയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ കലയ്ക്ക് കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ വെള്ളിനേഴി ഗ്രാമം അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ഗ്രാമങ്ങളിലേക്കാളും മുൻപന്തി നിൽക്കുന്നതും അതുകൊണ്ടാണ്. ആ മഹാരഥന്മാരുടെ ഒരുപാട് കഠിന പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ വിജയമാകട്ടെ. രാവിലെ വരെ നല്ല ആസ്വാദ്യകരമായ, നല്ല മിടുക്കരായ, നല്ല കഴിവുള്ള കലാകാരന്മാരെ അണിനിർത്തിയാണ് ഈ ഒരു താടിയരങ്ങ്. അതിനെല്ലാ വിജയങ്ങളും നേരുന്നു.
കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനായി. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. മേലേത്തിൽ പാറുക്കുട്ടിയമ്മ, പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ, ഒ വിജയകുമാർ, പി സ്വാമിനാഥൻ, പ്രസാദ്, രാമകൃഷ്ണൻ, കലാകേന്ദ്രം സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ, വി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രത്തിന്റെ സ്നേഹോപഹാരം കൂടി അദ്ദേഹത്തിന് നമുക്ക് കൈമാറാം. നൽകുന്നതിനായി പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം, പുറപ്പാട് എന്നിവയുണ്ടായി. തുടർന്ന് ലവണാസുരവധം, നിഴൽക്കൂത്ത്, കിരാതം എന്നീ ആട്ടക്കഥകൾ അരങ്ങിലെത്തി. CCN കടമ്പഴിപ്പുറം. വെള്ളിനേഴിയിലെ താടിയരങ്ങിന്റെ പ്രൗഢി ആസ്വദിക്കാൻ വിദേശികളും. കഥകളി കണ്ടും കലാകാരന്മാരോട് കുശലം പറഞ്ഞുമാണ് ഇവർ മടങ്ങിയത്. കുറുവട്ടൂരിലെ നാണുനായർ സ്മാരക കലാകേന്ദ്രം 23ാം വാർഷികമായ താടിയരങ്ങ് സന്ധ്യാകേളിയോടെയാണ് തുടങ്ങിയത്. ചെത്തല്ലൂരിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് വന്ന അമേരിക്കൻ സ്വദേശികളായ പീറ്റർ, ജോയൽ, ഉക്രൈൻ സ്വദേശി ഗിഗറി, ജർമ്മനി സ്വദേശി കാർമേൻ എന്നിവരാണ് നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൽ താടിയരങ്ങു കാണാൻ എത്തിയത്. കഥകളി കലാകാരന്മാരുടെ പുറപ്പാടും ചുട്ടിക്കുത്തുന്നതും കൗതുകത്തോടെയാണ് ഇവർ നോക്കിക്കണ്ടത്. കഥകളി കലാകാരന്മാരോട് കുശലം പറഞ്ഞും ഫോട്ടോയെടുത്തും കഥകളി കണ്ടുമാണ് വിദേശികൾ മടങ്ങിയത്. ഇതിലുള്ള സന്തോഷവും ഇവർ പങ്കുവച്ചു. I must say I'm totally impressed by all the colors and the makeups and the beauty of the costumes, and I'm very looking forward to see the show itself when all this is becoming alive and telling the story which hopefully I can understand. I'm more and more impressed. I'm more and more enthused about it, about the art form. I'm more and more engaged. And it just, even though I can't understand the language, there's something about it that just really draws me in and allows me to really be transported and transformed. It's really an amazing art in Kerala, and I'm so glad that it's still here and still happening. Yeah. ചെത്തല്ലൂർ സ്വദേശികളായ സത്യനാരായണൻ, നാരായണൻ എന്നിവരാണ് ഇവർക്ക് സഹായമൊരുക്കിയത്. ആയുർവേദ ചികിത്സയ്ക്ക് വന്നതാണ്. ഞാനിപ്പോൾ അവരെ കൂടെ കൂട്ടി വന്നതാണ്. ഇത് കഥകളി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ നല്ല എക്സ്പീരിയൻസ് അവർ പറഞ്ഞു. ഇതിന് മുമ്പ് 1-2 പേര് മുമ്പ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. കഥ ഇതുപോലെയുള്ളത് അവിടെ നമ്മൾ അമേരിക്കയിലും അങ്ങനെയുള്ള ഇങ്ങനത്തെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരിത് അവർക്ക് അവിടെ കാണാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത് വളരെ നല്ല കല ഉൾപ്പെട്ടത് എന്നാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. CCN കടമ്പഴിപ്പുറം. വേതനം കൈപ്പറ്റാതെ റോഡരികിലെ പൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ചെത്തല്ലൂർ ചോരാണ്ടിയിൽ നിന്നും പെരുമ്പാലപ്പാറ റോഡിലേക്ക് വരുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലെയും പൊന്തക്കാടുകളാണ് വെട്ടിവൃത്തിയാക്കിയത്. ഒരു ദിവസത്തെ വേതനം കൈപ്പറ്റാതെ സ്വയം സേവനം ചെയ്താണ് തൊഴിലാളികൾ മാതൃകയായത്. ഒരു വാഹനം വന്നുകഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന് പോകാൻ കൂടി പ്രയാസകരമായിരുന്നു. മാത്രമല്ല വലിയ സ്കൂൾ ബസ്സുകളും മറ്റും വന്നാൽ കാൽനട യാത്രക്കാർക്ക് വഴിമാറി നിൽക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് ഒരു ദിവസം പൂർണ്ണമായും തൊഴിലാളികൾ കൂട്ടായ്മയുടെ സേവനമായി കാടുവെട്ടി വൃത്തിയാക്കിയതെന്നും 20ഓളം ആളുകൾ ഒറ്റ ദിവസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചതെന്നും ADS സുലൈഖ പറഞ്ഞു. CCN ചെത്തല്ലൂർ.
കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മേക്കളപ്പാറ കാരക്കാട് ST വിഭാഗങ്ങൾക്ക് ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പ്രവീൺ കുമാർ, ഡോക്ടർ ജസീല എന്നിവർ ബോധവൽക്കരണ ക്ലാസും യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കെ ഷെറിൻ ഷംസു യോഗ പരിശീലനവും നൽകി. CCN ചത്തല്ലൂർ. എടത്തനാട്ടുകര കോട്ടപ്പള്ള ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ 1990-91 SLC ബാച്ച് സമാഗമൻ 2024 എന്ന പേരിൽ വിനോദയാത്രയും സംഗമവും നടത്തി. സ്കൂൾ PTA പ്രസിഡന്റും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റുമായ P. അഹമ്മദ് സുബൈർ പാറോക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. അലുമിനി അസോസിയേഷൻ സെക്രട്ടറി P. അബ്ദുൽ സലാം അധ്യക്ഷനായി. ബാച്ച് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ചവരെ സംഗമത്തിൽ ആദരിച്ചു. ബാച്ച് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. CCN ചത്തല്ലൂർ. നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീടിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. ആറ്റശ്ശേരി വടക്കേക്കര പുത്തൻ വീട്ടിൽ മോഹൻദാസാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കുണ്ടൂർ കുന്നിൽ ഇരുനില വീടിന്റെ മുകളിലെ തേപ്പ് ജോലിക്കിടെയാണ് മോഹൻദാസും മറ്റൊരു തൊഴിലാളിയും 20 അടി താഴ്ചയിലേക്ക് വീണത്. ഗുരുതരമായി പരിക്കേറ്റ മണ്ണാർക്കാട് തെങ്കര കുലുക്കിലിയാട്ടിൽ വീട്ടിൽ പ്രവീൺ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിഷയാണ് മോഹൻദാസിന്റെ ഭാര്യ. ജിഷ്ണു, ജിതിൻ, ജിത എന്നിവർ മക്കളാണ്. CCN ചത്തല്ലൂർ. വടക്കൻ വെള്ളിനേഴി കാട്ടിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. തിരുമുടിയൂർ തമ്പുരാട്ടി അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്കവതരണം നടത്തിയത്. ചടങ്ങുകൾക്ക് നാരായണമംഗലത്തുമന NA കുമാരസ്വാമി ഭട്ടത്തിരിപ്പാടും വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി നിധിനും കാർമ്മികനായി. പറക്കുന്ന അംഗൻവാടി സമീപത്തേക്ക് പാലക്കൊമ്പിനായി വാദ്യഘോഷത്തോടെ എഴുന്നള്ളിപ്പുമുണ്ടായി. പാലക്കൊമ്പിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തിരിച്ചെഴുന്നള്ളിപ്പ് ഉണ്ടായത്. മേളവും ഉണ്ടായി. തുടർന്ന് പാലക്കൊമ്പിന്റെ പരിസരത്തു വെച്ച് വെളിച്ചപ്പാടിന്റെ നൃത്തച്ചവിട്ടും അരിയേറും ഉണ്ടായി. ശരണം വിളി മന്ത്രങ്ങളുടെയും ചെണ്ടവാദ്യത്തിന്റെയും താലമേന്തിയ ഭക്തരുടെ അകമ്പടിയിൽ ക്ഷേത്രസന്നിധിയിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പുമുണ്ടായി. പന്തലിൽ എത്തിയ ശേഷം നൃത്തച്ചവിട്ടും വാൾപ്പയറ്റും രാത്രി തായമ്പക, ഉടുക്കുപാട്ട്, പൊലിപ്പാട്ട്, കനൽച്ചാട്ടം, വെട്ടും തടവും എന്നിവയും ഉണ്ടായി. തച്ചനാട്ടുകര, ചെത്തല്ലൂർ, വെള്ളിനേഴി തുടങ്ങിയ തട്ടകങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിൽ എത്തിച്ചേർന്നത്. CCN ചെത്തല്ലൂർ. ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് മാർച്ച് സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു അധിക്ഷേപം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള അധിക്ഷേപമായി ഞങ്ങൾ കാണുന്നു.
ആദ്യം അംബേദ്കറെ തകർക്കുക, അംബേദ്കറുടെ ആശയങ്ങൾ തകർക്കുക, അംബേദ്കർ ഉണ്ടാക്കി വെച്ച ഈ ഭരണഘടന പിന്നീട് തിരുത്തേണ്ടതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന RSSന്റെ അജണ്ടയാണ് അമിത്ഷായിലൂടെ പാർലമെന്റിൽ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടന നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് അധ്യക്ഷത വഹിച്ചു. AICC മെമ്പർ അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന, KPCC മെമ്പർമാരായ V മധുസൂദനൻ, VSN നമ്പൂതിരി, DCC ഭാരവാഹികളായ PC വേലായുധൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കാമ്പുറം AMLP സ്കൂളിൽ തുടക്കം കുറിച്ചു. ഡിസംബർ 27 വരെ നടക്കുന്ന ക്യാമ്പ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും കൂട്ടിയിണക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് NSS എന്ന് പറയുന്നത്. നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സ്കൂളുകളിലെ ആ ഒരു വലിയ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ മക്കളെയും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെയും സമൂഹത്തെയും കൂട്ടിയിണക്കുന്ന ഒരു പാലമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളും കോളേജും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ ലോകവും നിങ്ങളുടെ വീടുമായിട്ട് നിങ്ങൾ അങ്ങനെ പോകും. നിങ്ങളും സമൂഹവും തമ്മിൽ ബന്ധപ്പെടാൻ അതിനാഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ചെറുപ്പം മുതൽ താല്പര്യം കാണിക്കുന്ന ആളുകൾ അതിനുള്ള അവസരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അതിലൂടെ അവർ കയറി പറ്റും. ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരും സമൂഹവും തമ്മിൽ ഇത്തരം പരിപാടികളിലൂടെ അല്ലാതെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗവും ഉണ്ടാവില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു സഹവാസ ക്യാമ്പിലൂടെ നിങ്ങളുടെ സ്കൂളും ഈ ആലിപ്പറമ്പിലെ സമൂഹവും തമ്മിലുള്ള ഒരു പാലം പണിയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മാനു അധ്യക്ഷത വഹിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ സുകൃത കേരളം, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി, പച്ചക്കറി തൈകൾ വിതരണം ചെയ്യൽ, സ്നേഹ സന്ദർശനം, വ്യാജവാർത്തകൾക്കെതിരെയുള്ള ബോധവൽക്കരണം, പുസ്തക പയറ്റ് തുടങ്ങിയ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും നടക്കും. സ്കൂൾ പ്രിൻസിപ്പൽ പതാക ഉയർത്തി. ഉദ്ഘാടനത്തിനു ശേഷം വിളംബര റാലി നടന്നു. വാർഡ് മെമ്പർ വാപ്പുട്ടി ഹാജി, PTA പ്രസിഡന്റ് അബ്ദുറസാഖ്, PTA വൈസ് പ്രസിഡന്റ് രതീഷ്, വാർഡ് മെമ്പർ TK നവാസ്, SMC ചെയർമാൻ ബാലകൃഷ്ണൻ, TK ഹംസ, ആയിഷ, താണിപ്പ് ഹാജി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് മുസ്തഫ ക്യാമ്പ് വിശദീകരണം നടത്തി. CCN പെരിന്തൽമണ്ണ. ദേശീയ ഉപഭോക്തൃ ദിനാചരണം മലപ്പുറത്ത് നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു മെമ്പറോട്, ഈ ഓൺലൈനായിട്ട് ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണുന്നത് വെച്ചപ്പോൾ അതിനകത്ത് ഓൺലൈൻ ബില്ലൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് പഴയ പോലെയല്ല, ഇത് ഓൺലൈനായിട്ട് കൂടുതൽ ആളുകൾ, കൂടുതൽ ഉപഭോക്താക്കൾ ഒരുപക്ഷെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുന്നത് ഓൺലൈൻ വഴിയായി. ഓൺലൈൻ വഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വഞ്ചിക്കപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച് ആ പ്രോഡക്റ്റ് യഥാസമയങ്ങളിൽ കൃത്യമായി ലഭിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗം മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു. മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് K മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ജനങ്ങളുടെ മനോഭാവം മാറ്റണമെന്ന് മന്ത്രി MP രാജേഷ്. നിയമം കർശനമാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റം വരികയുള്ളൂ. നെല്ലായ പേങ്ങാട്ടിരിയിൽ നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യാശയുടെയും നന്മയുടെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ നാട് വരവേറ്റു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി കാത്തിരിക്കുന്ന ഇടങ്ങളിലേക്ക് പാപ്പമാരെത്തി ശാന്തിഗീതം പാടി മധുരം വിതരണം ചെയ്തു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. വെളിനേഴി നാണു നായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം താടിയരങ്ങ് കഥകളിയോടെ ആഘോഷിച്ചു. കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് മാർച്ച് സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.